നമസ്കാരം. ജാസ്മിന് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഈ പറയുന്ന പവർ ടീം. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ജയിൽ നോമിനേഷൻ വളരെ അൺഫെയർ ആയിരുന്നു. അത് ആർക്ക് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു ജയിൽ നോമിനേഷൻ ആയിരുന്നു. വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു ജയിൽ നോമിനേഷൻ ആയിരുന്നു. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് ഒരാളെ അർഹിക്കാതെ ഒരാളെ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ട് അവരെ കൊണ്ട് ജയിലിടും. ഇവരവരുടെ വൈരാഗ്യവും ഈ പറയുന്ന ഈഗോ കാര്യങ്ങളും എല്ലാം കൂടെ കൊണ്ടാണ് ഇവളെ കൊണ്ട് ജയിലിടുന്നത്. പക്ഷെ അത് പുറത്ത് ഹോട്ടായിട്ടാണ് വരുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ജാസ്മിൻ, ജിൻഡോ, ഈ പറയുന്ന ശ്രീരേഖ, ഈ മൂന്ന് വരെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റാരെ നിങ്ങൾ ജയിൽ നോമിനേഷനിൽ ഇട്ടാലും അത് ഒരു ഫെയർ ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടതായിട്ട് വരും. ആരെ ഇട്ടാലും അത് ഫെയർ തന്നെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പറയുന്ന സിജോയും ഈ പറയുന്ന ആരാണ് നമ്മുടെ സീക്രട്ട് ഇതിന്റെയൊക്കെ കളിച്ചു എന്നൊക്കെ പറയാം. വലിയ രീതിയിൽ കളിച്ചില്ല എന്ന് പറയാം. ഒരു വിധിയിൽ കളിച്ചു. സിജോയുടെ കേസ് ശരി, ഓക്കെ, സിജോയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് വലിയ പെർഫോമൻസ് ഇല്ലായിരുന്നു. എങ്കിൽ കൂടിയും സിജോ ഇട്ടാൽ കൂടി അത് ഫെയർ ആണ്. ബാക്കി ഈ പറയുന്ന ശരണ്യ ഇടാമായിരുന്നു, അപ്സര ഇടാമായിരുന്നു. ഈ ശരണ്യയുടെയും അപ്സരയുടെയും ഗ്രൂപ്പ് കുറച്ച് പിന്നെ ക്യാരക്ടർ വിട്ട് കളിച്ചായിരുന്നു അല്ലേ. നമ്മുടെ ഈ ഗസ്റ്റിനെയൊക്കെ കുറച്ച് ശല്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു വേറൊരു രീതിയിലേക്ക് പോകുന്നു. അപ്പൊ ആ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? നിങ്ങൾ ഈ പറയുന്ന ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ ഇവിടെ വളരെ അൺഫെയർ ആയിട്ട് കളിച്ച, ഏറ്റവും നന്നായിട്ട് കളിച്ചതിൽ ഒരാൾ എന്ന് തന്നെ പറയാം. അതായത് ജിൻഡോ, ഈ പറയുന്ന ശ്രീരേഖ, ജാസ്മിൻ, മൂന്നുപേരും നന്നായിട്ട് പെർഫോമൻസ് ചെയ്തായിരുന്നു. അവരങ്ങനെ ക്യാരക്ടർ വിട്ടൊന്നും കളിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ഒരാളെ ജയിൽ നോമിനേറ്റ് ചെയ്ത് വളരെ വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടീമിലുള്ളവരുടെ ആ ഒരു വീക്ക്നെസ്, അവരുടെ ആ ഒരു വൈരാഗ്യ ബുദ്ധി, അവരുടെ അകത്തുള്ള വിഷമൊക്കെയാണ് ഇതിനകത്ത് പുറത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നത്. മനസ്സിലായി. പിന്നെ മുടിയന്റെ കേസ്, മുടിയൻ പിന്നെ ജയിലിട്ടല്ലോ എനിക്കൊരു അൺഫെയർ തോന്നുന്നില്ല. ഒരാൾ മുടിയൻ തന്നെ ആവണം. കാരണം ഒരു സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവില്ലായ്മ ഈ പറയുന്ന പവർ ടീമിന്റെ പപ്പറ്റായിട്ട് തന്നെയാണ് അവന്നത് അല്ലേ. അവരുടെയൊക്കെ മൂലം താങ്ങി അല്ലെങ്കിൽ അവരുടെയൊക്കെ മൂട് താങ്ങി നിന്ന ഒരാൾ തന്നെയാണ് മുടിയൻ എന്ന് വെച്ചാൽ കിട്ടിലം പ്ലെയറാണ്. ഒറ്റയ്ക്ക് നിന്ന് സ്വന്തമായിട്ടുള്ള ഡിസിഷൻ എടുത്ത് പിന്നെ കളിച്ചു കഴിഞ്ഞാൽ കിട്ടിലം പ്ലെയറുമാണ്. ഈ പറയുന്ന കപ്പ് എടുക്കാൻ ചാൻസ് ഉള്ള പ്ലെയറാണ്. പക്ഷെ അൻസിബയുടെ പപ്പറ്റായിട്ടാണ് മെയിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരെങ്കിലും ഇവനെ നോമിനേറ്റ് ചെയ്താലും ഇവന് ഭയങ്കര കുരു പൊട്ടുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഇതിൽ മെയിനായിട്ട് എടുത്തു പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഗസ്റ്റുകൾ രണ്ടുപേരും പോയി. ഗസ്റ്റുകൾ രണ്ടുപേരും അവരുടെ കർത്തവ്യം നിർവഹിച്ചിട്ട് അവർ പോയി. കർത്തവ്യം നിർവഹിച്ചെന്ന് വെച്ചാൽ ഞാനില്ല എന്ന് പറയും. അവിടെയുള്ള കളിക്കാതെ നിൽക്കുന്ന, അതായത് പിന്നെ ഒട്ടും പെർഫോമൻസ് ഇരിക്കാതെ സേഫ് സോണിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സേഫ് ഗെയിം കളിക്കുന്നവരെ ഒന്ന് പൊക്കി വിടുന്നതിന് പകരം അവിടെ ജിൻഡോയിനെയും ഈ പറയുന്ന ജാസ്മിനെയും മാത്രമാണ് അവർ ബൂസ്റ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതല്ല ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് പോയി. പിന്നെ ഈ പറയുന്ന ഡയമണ്ട്, അപ്പോൾ നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ പിന്നെ വാർത്ത അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് കറക്റ്റ് ആയിരുന്നു. കാരണം ഡയമണ്ട് കിട്ടിയത് സായിക്ക് തന്നെയാണ്. നമുക്ക് സായിക്കാണ് ഡയമണ്ട് കിട്ടിയതെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കറക്റ്റായിട്ട് തന്നെ വന്നു. സായിക്കാണ് ഡയമണ്ട് കിട്ടി. ഇനി ആർക്കാണ് അത് ഉപകാരപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇന്നത്തെ ക്യാപ്റ്റൻസിയിൽ 3 പേരാണ് വന്നത്. ഒന്ന് ശരണ്യ, ഒന്ന് പിന്നെ ഈ പറഞ്ഞതുപോലെ ആരാണ് നമ്മുടെ നന്ദന, പിന്നെ വന്നത് ശ്രീരേഖ. ഈ 3 പേരാണ് പിന്നെ ക്യാപ്റ്റൻസിയിലേക്ക് വന്നത്. അതിൽ നന്ദന ജയിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ ടാസ്ക് കിട്ടിയപ്പോൾ തന്നെ നന്ദനയായിരിക്കും ജയിക്കും എന്നുള്ളത് ഒരു തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. അതുമല്ല, ഇതൊരു ചെറിയൊരു അൺഫെയർ, നമ്മുടെ ജിൻഡോ പറഞ്ഞാൽ ചെറിയൊരു അൺഫെയർ അവിടെ നടന്നു. അതായത് എന്താണ്, ഈ പകുതി ദൂരം വന്നിട്ട് അവർ രണ്ടാമത് അവരെ കൊണ്ട് നടത്തിപ്പിച്ചത് അത് മുടിയാൻ ചെയ്ത ഒരു അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നി. കാരണം അതിന് അവരെ ഒന്നൊരു വാണിംഗ് കൊടുത്ത് ഇരുത്താമായിരുന്നു അല്ലേ. അത് ചെയ്യാതെ വീണ്ടും അവരെ കൊണ്ട് അപ്പൊ തന്നെ അവർ ഏതാണ്ട് കളി തോറ്റതുപോലെ ആയി. ഈ പറയുന്ന ശ്രീരേഖയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അവർക്കൊക്കെ ജയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു, ഭയങ്കര കരച്ചിലുമായിരുന്നു. ഇനി പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന സാബുമോൻ പറഞ്ഞു കൊടുത്ത ആ ഒരു ക്ലൂ എന്താണ്, നനവുള്ള സ്ഥലമാണ്, ഇരുട്ടാണ്. ആ സ്ഥലം നിന്ന് സത്യം പറഞ്ഞാൽ അത് ആദ്യം കത്തിയത് അർജുനാണ്. അർജുൻ അവിടെ പോയി നോക്കിയെങ്കിലും പിന്നെ സായി പെട്ടെന്ന് വന്ന് സായിക്ക് കിട്ടി. സായി അവരാരും കാണാതെ പതുക്കെ അടിച്ചുകൊണ്ട് പോയി എന്ത് ചെയ്തു, ഈ പറയുന്ന ക്യാമറയുടെ ഫ്രണ്ട് വെച്ച് പറഞ്ഞു അതെനിക്ക് വേണ്ട, ഞാൻ ആർക്ക് കൊടുക്കുന്നുണ്ട്, ശ്രീരേഖയ്ക്ക് കൊടുക്കുന്നുണ്ട്, ശ്രീരേഖ ആയിരിക്കും അടുത്ത വട്ടം പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ശ്രീരേഖയ്ക്ക് ഉപകാരപ്പെടാതെ വരും എന്നുള്ളതാണ്. അതായത് ആരട്ടം വരുമ്പോൾ ചോദിക്കും നിങ്ങളിത് ആർക്കാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ ശ്രീരേഖയ്ക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ചിലപ്പം എബിഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ചോദിക്കുന്നത്. അപ്പൊ വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടുക അല്ലെങ്കിൽ സായി തന്നെ അത് എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സായി തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം സായിക്ക് വോട്ട് കുറവാണ്, മനസ്സിലായോ. അപ്പൊ അങ്ങനെയാണ് കേസ്. അപ്പം ശ്രീരേഖയ്ക്ക് നാളെ 2 എവിക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 2 എവിക്ഷൻ ഉണ്ടാവും. അത് മിക്കവാറും ഈ പറയുന്ന ശരണ്യയും ശ്രീരേഖയും ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. വേണമെങ്കിൽ അപ്സരയോ ഈ പറയുന്ന ഈവൻ നന്ദനയോ പോകാം. നന്ദനയ്ക്ക് കുറച്ച് പെർഫോമൻസിന്റെ ബേസിൽ കുറച്ച് വോട്ടുകൾ വരുന്നുണ്ട് ഈ പറയുന്ന നന്ദനയ്ക്ക്. അതുകൊണ്ട് തന്നെ നന്ദന ഇപ്പൊ ക്യാപ്റ്റനും കൂടിയാണ്. നന്ദനയ്ക്ക് ഈ നാളത്തെ വിഷയത്തിൽ അവൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഒരാഴ്ചയും കൂടി, നാളെ 10ാമത്തെ ആഴ്ചയും കൂടി, അതായത് ഏതാണ്ട് 70 ദിവസമാവും. 10ാമത്തെ ആഴ്ച ആകുമ്പോൾ 70ാമത്തെ ദിവസത്തിലേക്ക് ബിഗ് ബോസ് പോകണം. തീരാൻ വേണ്ടിയിട്ട് ഇനി വലിയ ദൂരമൊന്നുമില്ല, മനസ്സിലായോ. അതാണ്
എനിക്ക് മനസ്സിലായത്. വേറെ കൂടുതലൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് പറയാനായിട്ടില്ല. കാരണം രാവിലെ തൊട്ട് ഇവരുടെ ഈ ഡയമണ്ട് എന്ന് പറയുന്ന സാധനം നോക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന് തലങ്ങും വിലങ്ങും എന്താണ് പറയുന്നത് പരികെട്ട് നടക്കുന്ന പിന്നെ ഈ പറയുന്ന അവിടെയുള്ള പിന്നെ ഹൗസ് മേറ്റ്സിനെ നമുക്ക് കാണാൻ സാധിച്ചത്. എവിടെയാണ് വെച്ചതെന്ന് അറിയാൻ ഒരു നിവൃത്തിയില്ലാതെ ഇനി ആ ബിഗ് ബോസ് വീടിനകത്ത് തിരക്കാൻ ഒരു സ്ഥലമില്ല. അതോടെ തന്നെ ഈ പറയുന്ന സാബുവിന്റെ ഒരു എന്താ പറയുക ഒരു ബുദ്ധി നമുക്ക് മനസ്സിലാക്കണം. ആരും കണ്ടുപിടിക്കാത്ത ഈ പറയുന്ന ഒരു ബോളിനകത്ത് വെള്ളം നിറച്ച് അതിനകത്ത് ഈ എന്താണ് ഐസ് കട്ട ഈ പറയുന്ന ഡയമണ്ട് ഇട്ടൊക്കെ വെച്ച് അത് കണ്ടുപിടിക്കാൻ വളരെ പാടാണ്. അപ്പൊ ഇവര് ഈ ഒരു ക്ലൂ കൊടുത്തില്ലെങ്കിൽ ഇവരത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അവിടെ ഇന്ന് മൊത്തം കാണിച്ചത് ഇവർ ഇതിനു വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന ഡയമണ്ടിന് വേണ്ടിയിട്ട് തെരച്ചിൽ അതാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പിന്നെ ഒരു സ്പോൺസേഡ് ടാസ്ക് ഒന്നുമില്ല, ഡൊമക്സിന്റെ ഒരു സ്പോൺസേഡ് ടാസ്ക് കൊടുത്തു എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണാൻ സാധിച്ചില്ല. പിന്നെ ജിൻഡോയിനെയും ഈ പറയുന്ന റഷീനെയും നമ്മുടെ പിന്നീട് ജാസ്മിനെയും എന്ത് ചെയ്ത് ജയിലിലേക്ക് അടച്ചു. അവർക്ക് കൂടെ അവിടെ കൊടുത്ത ശിക്ഷ വേറെ ഒന്നുമില്ല, ഇവരെയൊക്കെ കാർട്ടൂൺ ചിത്രങ്ങൾ ഓരോരുത്തരെ ചിത്രങ്ങൾ വരയ്ക്കണമെന്നുള്ളത് പ്ലസിലാണ് കാണിക്കുന്നത്. ഞാനത് കണ്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അതിൽ വേറെ കൂടുതലായിട്ടൊന്നും എനിക്ക് എടുത്തു പറയാനൊന്നുമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജയിൽ നോമിനേഷൻ ഏറ്റവും അൺഫെയർ ആയിട്ടുള്ള ഒരു ജയിൽ നോമിനേഷൻ ആയി അത് ഈ ജാസ്മിന് കുറച്ച് ബൂസ്റ്റ് കിട്ടത്തേ ഉള്ളൂ. അത്രയ്ക്കും മനസ്സിലാക്കാനുള്ള ഒരു വിവരം എന്താണ് അവർക്ക് ഇല്ലാതായിപ്പോയി. അതുപോലെ തന്നെ ഈ പറയുന്ന റസ്മിൻ എന്ത് ചെയ്യുന്നു, റസ്മിനും അതായത് നമ്മുടെ നോറയ്ക്ക് ജിൻഡെ ഇടണമായിരുന്നു. നോറ അവിടെ ജാസ്മിനെ ജയിലിലേക്ക് ഇടുന്നത് അൺഫെയർ ആണെന്ന് പറയുന്നതിന്റെ കൂടെ ജിൻഡയെ കൊണ്ട് ജയിലിടണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ എല്ലാം ഈ പറയുന്ന ജയിൽ നോമിനേഷനിലും ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് പുറത്ത് ജഡ്ജ് ചെയ്യപ്പെടും, പുറത്ത് പ്രേക്ഷകർ ഇത് ജഡ്ജ് ചെയ്യപ്പെടും. അപ്പൊ അത് പേഴ്സണൽ ഗ്രഡ്ജ് ആവാൻ നല്ല രീതിയിൽ കളിച്ച് പണ്ട് രജിസ്ഥാന്റെ സീസണിൽ ഇതുപോലെ തന്നെ പുള്ളി നല്ല രീതിയിൽ കളിച്ചിട്ട് ഇവരെല്ലാരും കൂടി ചേർന്ന് ഒരു കൂട്ടം കൂടി ചേർന്നിരുന്ന രജിസ്ഥാനെ എപ്പോഴും ജയിലിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കും. അപ്പം ഇത് ഓരോ അൺഫെയർ ആയിട്ടുള്ള പിന്നീട് ഇതുപോലുള്ള പണിഷ്മെന്റ് കിട്ടുമ്പോഴും അവർക്ക് പുറത്ത് പ്രേക്ഷക പിന്തുണ കയറിക്കൊണ്ടിരിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ ആൾക്കാരെ നമ്മൾ ജയിൽ നോമിനേഷൻ വരും. അവിടുത്തെ പെർഫോമൻസ് ബേസ് ചെയ്ത് തന്നെ നിങ്ങൾ ജയിൽ നോമിനേറ്റ് ചെയ്യണം. അല്ലാതെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ജയിൽ നോമിനേറ്റ് ചെയ്താൽ നിങ്ങൾ എവിടെ നെഗറ്റീവ് ആവത്തേ ഉള്ളൂ. അതുപോലെ തന്നെ ആരാണോ ജയിലിൽ പോകുന്നത് അവർക്ക് പോസിറ്റിവിറ്റി കൂടുകയും ചെയ്യും, അവർക്ക് വോട്ട് കൂടുകയും ചെയ്യും. അപ്പൊ ഈ പവർ ടീം എന്നെടുത്തത് ഏറ്റവും വലിയൊരു മണ്ടത്തരമായിട്ടൊരു തീരുമാനമായിരുന്നു ജാസ്മിനെ ജയിൽ നോമിനേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം കുറേവരൊക്കെ റിഗ്രറ്റ് ഒക്കെ പറയുന്നുണ്ട്. അതായത് റസ്മിനായാലും നോറയായാലും അവിടെ നിന്ന് കരഞ്ഞു മെഴുകുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവര് തന്നെ എന്താണ് അതല്ലെങ്കിൽ ആരെ എടുക്കണമെന്ന് ജിൻഡയെ കൊണ്ട് ജയിലിടണമെന്നാണ് അവർ പറഞ്ഞത്. ജിൻഡയും അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു വ്യക്തിയാണ്. ജിൻഡയെ ഒരിക്കലും പറഞ്ഞത് ഞാൻ പറഞ്ഞ ഈ ശരണ്യെ ഇട്ടാലോ ഈ പറയുന്ന അപ്സര ഇട്ടാലോ ഈവൻ സിജോ ഇട്ടാലും കൂടി നമുക്കത് ഫെയർ എന്ന് പറയാം. കാരണം അവര് വലുതായിട്ട് പെർഫോം ചെയ്യില്ല. സിജോയ്ക്ക് ശാരീരിക പ്രശ്നം ഉണ്ടെങ്കിൽ കൂടി അവിടെ പെർഫോം ഇനിയിപ്പോൾ ശാരീരിക പ്രശ്നമൊന്നും നമുക്കിവിടെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പം അവരവിടെയൊക്കെ ജയിക്കാൻ വേണ്ടി വന്നതാണ്. മനസ്സിലായി, ശാരീരിക പ്രശ്നം പറഞ്ഞ് അവരങ്ങനെ ജയിലിട്ട് ഇപ്പം സംസാരിക്കാൻ വയ്യെന്നല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഏറ്റവും വലിയൊരു അൺഫെയർ ആയിട്ടുള്ള ഒരു ജയിൽ നോമിനേഷൻ ആയിപ്പോയി. എന്തായാലും നന്ദന പിന്നീട് എന്തായാലും ക്യാപ്റ്റൻ ആയിരിക്കുന്നു. നന്ദനയ്ക്ക് നാളത്തെ എവിക്ഷനിൽ സർവൈവ് ചെയ്യാൻ കഴിയട്ടെ. ഇനിയും ഒരു 10-15 ദിവസം കൂടി നിൽക്കാൻ നന്ദനയ്ക്ക് കഴിയും. നന്ദന കണ്ടന്റ് കൊണ്ടുവരും, കുറച്ച് എടുത്തുചാട്ടവും കുറച്ച് പിന്നീട് എന്താ പറയുന്നത് ഒക്കെ ഉണ്ടെങ്കിലും നന്ദന കണ്ടന്റ് തരുന്നുണ്ട്. മനസ്സിലായി, ചുമ്മാ ഇരിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം. നമുക്ക് കണ്ടന്റ് തരുന്നവരാണ് അവിടെ വേണ്ടത്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.